ഏറെ പ്രിയമുള്ളവരെ, നമ്മൾ നാഗവല്ലിയും നാഗലക്ഷ്മിയും കുടുംബവും അനുഭവിച്ച ദുരിതങ്ങളെ പറ്റി സംസാരിക്കാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയുവാനില്ല. നിങ്ങൾ കാടിൻ്റെ മക്കളായി ഒരു കാലത്ത് കാട്ടിൽ ജീവിച്ച നിങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് മുഖ്യധാരയിൽ എത്തിക്കാനുള്ള ശ്രമം മാറി മാറി വരുന്ന സർക്കാരുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും അടിമകളാണെന്നുള്ള ഒരു രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാതെ, നമ്മൾ ഈ ദളിതെന്നോ അല്ലെങ്കിൽ ആദിവാസികളോ എന്നുള്ള ചിന്തകൾ കളഞ്ഞിട്ട് അതിലും മേൽക്കാണ് നമ്മൾ എന്നുള്ള ഒരു കരുതലോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണമെന്നും, നമ്മുടെ കുഞ്ഞുങ്ങളെ എഡ്യൂക്കേഷൻ ചെയ്ത് നല്ല രീതിയിൽ വളർത്തിയെടുത്ത് അവരെ പ്രാപ്തരാക്കി എടുക്കണമെന്നും ഉള്ള ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ ഒരു എഴുത്തുകാരി കൂടിയാണ്. ഞാൻ പുസ്തകങ്ങളും കഥകളും കവിതകളും ഒക്കെ എഴുതുന്ന ആളാണ്. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ തൂലികകളാണ് ചലിക്കുന്നത്. അതിന് എതിരായിട്ട് നമ്മൾ എല്ലായിടവും ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് മധു എന്ന് പറയുന്ന ആ ആദിവാസി പയ്യനെ ആക്രമിച്ച സംഭവം ഒരുപാട് ദുഃഖത്തോടു കൂടിയാണ് ഞാൻ ശ്രമിച്ചത്. എനിക്ക് അതിനകത്ത് ഞാനൊരു ചെറിയ കവിത എഴുതിയതിൽ ഒരു 4 വരികൾ ഞാൻ പറയാം. കാടിനുള്ളിലെ പൂവായിരുന്നവൻ, പൂവിനുള്ളിലെ മധുവായിരുന്നവൻ, കാട്ടുചോലയ്ക്കു കുളിരായിരുന്നവൻ, കാട്ടുമൃഗങ്ങൾക്ക് സഖിയായിരുന്നവൻ. അങ്ങനെയുള്ള ആ ആള് ഈ നാട്ടിൽ നിന്നും അവൻ കാട്ടിലേക്ക് കടന്നു പോയി. ഒരു സഹപാഠികളോട് സ്നേഹം തോന്നിയതിന്റെ പേരിൽ നാട്ടുകാർ അവനെ ഉപദ്രവിച്ചപ്പോൾ അവൻ നാട്ടിൽ നിന്നും കാട്ടിലേക്ക് കയറി. ഭക്ഷണത്തിനായി അവൻ വലഞ്ഞ സമയത്ത് അവൻ തിരിച്ച് കാടിറങ്ങി നാട്ടിൽ വന്നപ്പോ ഒരു കൂട്ടം കാപാലികന്മാര് അവനെ വലിച്ചിഴച്ച് ഉടുമുണ്ട് വലിച്ചഴിച്ച് അവന്റെ കയ്യും കാലും ബന്ധിച്ച് അവനെ റോഡിൽ കൂടി വലിച്ചിഴച്ച് കൊണ്ടുപോയ ഒരു വാർത്തയാണ് നമ്മൾ എല്ലാവരും കേട്ടത്. അതിനൊക്കെ എന്തുമാത്രം നീതി ലഭിച്ചുവെന്ന് ഇപ്പോഴും ആർക്കും അറിയത്തില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട്. ഈ വൈകവേളയിൽ തിരുവോണത്തിന് ആഹാരം കഴിക്കാതെ വീടുകളിൽ ഇരുന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്നതിന്റെ ഒരു അംശം കഴിക്കാൻ വേണ്ടി നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ വീട്ടിനകത്ത് വന്ന് ആക്രമിച്ചു കൊണ്ടുപോയ അക്രമികൾക്ക് ഒരിക്കലും നീതി കിട്ടരുതെന്ന് ആണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപാട് ആൾക്കാർ ഇനിയും സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാം നന്ദി.